മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു റഷ്യൻ കഥയാണ്. കഥയുടെ പേര് എഞ്ചിൻ ഡ്രൈവർ. ഈ കഥ എഴുതിയിരിക്കുന്നത് മാർസെൽ പ്ലത്തനോവ്. അലക്സാണ്ടർ വസീലിവിച്ച് മാൽസേവ്സിനെ തൊലൂബേവ് ഡിപ്പോയിലെ ഏറ്റവും നല്ല എഞ്ചിൻ ഡ്രൈവറായിട്ടാണ് കരുതിപ്പോന്നത്. പ്രായം 30-നടുത്തേ എത്തുള്ളൂ. എങ്കിലും ഇതിനകം തന്നെ ഒന്നാംകിട ഡ്രൈവർ എന്ന യോഗ്യത സമ്പാദിച്ചു കഴിഞ്ഞു. വളരെ കാലമായി എക്സ്പ്രസ് തീവണ്ടികളാണ് ഓടിക്കുന്നത്. അതുകൊണ്ട് JS പരമ്പരയിൽപ്പെട്ട കൂടുതൽ ശക്തിയുള്ള ആദ്യത്തെ പാസഞ്ചർ എഞ്ചിൻ ഞങ്ങളുടെ ഡിപ്പോയിൽ വന്നപ്പോൾ അത് ഓടിക്കാൻ മാൽസെവിനെ ഏൽപ്പിച്ചത് തികച്ചും സാധാരണമായിരുന്നു. ഫെദ്യോർ പെത്രോവിച്ച് ദെബ്രാനോവ് എന്നു പേരുള്ള പ്രായം ചെന്ന ഒരു ഫിറ്ററായിരുന്നു അയാളുടെ സഹായി. അയാൾ ഡ്രൈവർ പരീക്ഷ പാസ്സായി മറ്റൊരു എഞ്ചിനിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ അയാൾക്ക് പകരം മാൽസെവിൻ്റെ കൂടെ ജോലി ചെയ്യാൻ അയച്ചത് എന്നെയാണ്. ഞാൻ അസിസ്റ്റൻ്റായി നേരത്തെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ശക്തി കുറഞ്ഞ പഴയൊരു എഞ്ചിനായിരുന്നു. എനിക്ക് എൻ്റെ പുതിയ ജോലി ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സെക്ഷനിൽ JS എഞ്ചിനായിട്ട് അന്ന് അതൊരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് തുള്ളിച്ചാടുമായിരുന്നു. എനിക്കത് എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കാൻ കഴിയും. കുട്ടിക്കാലത്ത് ആദ്യമായി പുഷ്കിൻ്റെ കവിതകൾ വായിച്ചപ്പോഴുണ്ടായ ഉത്കടമായ ഒരു പ്രത്യേക തരം ആഹ്ലാദം എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് തിര തല്ലാൻ തുടങ്ങും. അതിനും പുറമെ ഒരു ഒന്നാംകിട ഡ്രൈവർക്കൊപ്പം പണിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഭാരമുള്ള എക്സ്പ്രസ് വണ്ടികൾ ഓടിക്കുന്ന കല അയാളിൽ നിന്ന് പഠിക്കാമല്ലോ. സഹായിയായി എന്നെ എടുത്തിരിക്കുന്ന വിവരം തികഞ്ഞ ഉദാസീനതയോടെയാണ് അലക്സാണ്ടർ വെസീലിവിച്ച് സ്വീകരിച്ചത്. ആരായാലും തനിക്കൊരു ചുക്കുമില്ല എന്ന മട്ടായിരുന്നു അയാൾക്ക്. ആദ്യത്തെ ഓട്ടത്തിന് മുമ്പ് ഞാൻ പതിവ് പോലെ എഞ്ചിൻ സശ്രദ്ധം പരിശോധിച്ചു. അതിൻ്റെ എല്ലാ പ്രധാന ഭാഗങ്ങളും സഹായക ഭാഗങ്ങളും പ്രവർത്തിപ്പിച്ചു നോക്കി. അത് യാത്ര ചെയ്യാൻ സജ്ജീകൃതമാണെന്ന് ഉറപ്പുവരുത്തി. ഞാൻ ചെയ്യുന്നതെല്ലാം അലക്സാണ്ടർ വസീലിവിച്ച് നോക്കിക്കണ്ടു. പക്ഷേ അതിനുശേഷം എന്നെ വിശ്വാസമില്ലാത്തതുപോലെ അയാൾ സ്വന്തമായിട്ടൊരു പരിശോധന കൂടി നടത്തി. ഓരോ തവണയും ഇതാവർത്തിച്ചു. എൻ്റെ ജോലികളിൽ അയാൾ എപ്പോഴും തലയിടുന്നത് എനിക്ക് പഴക്കമായി. എങ്കിലും എനിക്കുള്ളിൽ വേദന തോന്നി. പക്ഷേ യാത്ര പുറപ്പെടുന്ന നിമിഷത്തിൽ ഞാൻ എൻ്റെ വേദനയെല്ലാം മറക്കാറുണ്ട്. എഞ്ചിൻ്റെ സ്ഥിതിയെ സൂചിപ്പിക്കുന്ന ഉപകരണങ്ങളെയും ഇടതുവശത്തെ എഞ്ചിൻ പ്രവർത്തനത്തെയും മുമ്പിലുള്ള റെയിൽപ്പാളത്തെയും വിട്ട് എൻ്റെ ശ്രദ്ധ മാൽസെവിലേക്ക് തിരിയും. മികച്ചൊരു വിദഗ്ധൻ്റെ നിസ്സീമമായ ആത്മവിശ്വാസത്തോടും ബാഹ്യപ്രപഞ്ചത്തെ മുഴുവനും ആന്തരിക വികാരങ്ങളുമായി സമന്വയിപ്പിച്ച് അതിനെ അടക്കി ഭരിക്കുന്ന ഒരു കലാകാരൻ്റെ ഏകാഗ്രതയോടും കൂടിയാണ് അയാൾ വണ്ടി ഓടിക്കുന്നത്. മുമ്പിലേക്ക് തുറിച്ചു നോക്കുന്ന ആ കണ്ണുകൾ ഒന്നും കാണുന്നില്ലെന്ന് തോന്നും. പക്ഷേ നീണ്ടുകിടക്കുന്ന റെയിൽപാതയും എതിരെ പാഞ്ഞു വരുന്ന പ്രകൃതിയുമെല്ലാം ആ കണ്ണുകൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ചീറിപ്പാഞ്ഞു പോകുന്ന തീവണ്ടിയുടെ കാറ്റേറ്റ് തെറിച്ചു പോകുന്ന കുരുവി പോലും മാൽസെവിൻ്റെ കണ്ണിൽപ്പെടും. ആ പക്ഷിക്ക് എന്തു പറ്റിയെന്നും അത് എങ്ങോട്ട് പറന്നു പോയെന്നും അറിയാൻ അയാൾ തിരിഞ്ഞു നോക്കും. ഞങ്ങളുടെ കുറ്റം കൊണ്ട് ഞങ്ങൾ ഒരിക്കലും വൈകി എത്താറില്ല. നേരെ മറിച്ച് സമയത്തിന് മുമ്പേ ഓടുന്നത് കാരണം സമയക്ലിപ്തത പാലിക്കാൻ വേണ്ടി നിൽക്കേണ്ടതാത്ത സ്റ്റേഷനുകളിൽ പലപ്പോഴും നിൽക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഞങ്ങൾ സാധാരണ നിശബ്ദമായിട്ടാണ് പണിയെടുക്കുന്നത്. എഞ്ചിൻ്റെ പ്രവർത്തനത്തിലുള്ള വല്ല തകരാറിലേക്കും എൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയോ അതിൻ്റെ നടത്തിപ്പിൽ പെട്ടെന്ന് വല്ല മാറ്റം വരുത്തുകയോ ചെയ്യേണ്ടി വരുമ്പോൾ അയാൾ ചുറ്റിയെ കൊണ്ട് ബോയറിലൊന്നും മുട്ടും. ഞാനിപ്പോഴും എന്നേക്കാൾ മുതിർന്ന സഹപ്രവർത്തകൻ്റെ നിർദ്ദേശങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിരുത്തി പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട്. എങ്കിലും അയാൾ എന്നോടും ഫയർമാനോടും മുമ്പത്തെ പോലെ തന്നെ അകൽച്ച പാലിക്കും. വണ്ടി സ്റ്റേഷനിൽ നിൽക്കുമ്പോഴെല്ലാം അയാൾ ലൂബ്രിക്കേറ്റർ പ്രസ്സുകളും ഷാഫ്റ്റ് ബോൾട്ടുകളും പ്രധാനപ്പെട്ട ആക്സിൽ ബോക്സുകളും മറ്റും തന്നെത്താൻ പരിശോധിക്കും.
ഞാൻ എഞ്ചിൻ്റെ ഏതെങ്കിലും ഭാഗം പരിശോധിച്ച് എണ്ണയിട്ടത് തൊട്ട് മുമ്പാണെങ്കിലും ഞാൻ ചെയ്തത് വെറുതെ ആയെന്ന മട്ടിൽ വീണ്ടും അതേ ഭാഗം പരിശോധിച്ച് എണ്ണയിടും. അലക്സാണ്ടർ വെസീലിവിച്ച്, ഞാൻ ആ ക്രോസ് ഹെഡ് നോക്കിക്കഴിഞ്ഞു. ഒരു ദിവസം അയാളത് വീണ്ടും പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് തന്നെ നോക്കണം. മാൽസേവ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ആ പുഞ്ചിരിയിലടങ്ങിയിരിക്കുന്ന വിഷാദഭാവം എന്നെ അതിശയപ്പെടുത്തി. അയാളുടെ ആ വിഷാദത്തിൻ്റെ അർത്ഥവും ഞങ്ങളോടുള്ള ഉദാസീനതയുടെ കാരണവും പിന്നീട് എനിക്ക് മനസ്സിലായി. ഞങ്ങളെ അപേക്ഷിച്ച് തനിക്കുള്ള മേന്മ അയാൾക്ക് അനുഭവപ്പെട്ടു. കാരണം ഞങ്ങളെക്കാൾ ഭംഗിയായി അയാൾ ആ എഞ്ചിനെ മനസ്സിലാക്കിയിരുന്നു. തൻ്റെ സിദ്ധിയുടെ രഹസ്യം മുമ്പിലുള്ള പാതയെയും തീവണ്ടിയുടെ ഭാരത്തെയും എഞ്ചിൻ്റെ പ്രവർത്തനത്തെയും കുറിച്ച് ബോധവാനായിരിക്കെ തന്നെ വഴിയരികിലെ കുരുവിയെയും മുമ്പിലുള്ള സിഗ്നലും ഒരേ സമയത്ത് കാണാൻ കഴിയുന്നതിൻ്റെ ആ രഹസ്യം എനിക്കെന്നല്ല മറ്റാർക്കും തന്നെ സ്വായത്തമാക്കാൻ സാധ്യമല്ലെന്ന് അയാൾ വിശ്വസിച്ചു. ആവേശത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും കാര്യത്തിൽ ഞങ്ങൾ അയാളെ ഒരുപക്ഷെ കവച്ചു വെച്ചേക്കുമെന്ന് മാൽസവിന് അറിയാമായിരുന്നു. പക്ഷേ അയാളേക്കാൾ കൂടുതൽ ആ എഞ്ചിനെ സ്നേഹിക്കാനും അയാളേക്കാൾ ഭംഗിയായി അത് ഓടിക്കാനും ഞങ്ങളെക്കൊണ്ട് കഴിയുമെന്ന് സങ്കല്പിക്കാൻ പോലും അശക്തനായിരുന്നു അയാൾ. ഞങ്ങളോടുള്ള പെരുമാറ്റത്തിൽ കണ്ട വിഷാദത്തിൻ്റെ കാരണം അതായിരുന്നു. ഏകാന്തതയും സ്വന്തം സാമർഥ്യവും അയാളെ മുഷിപ്പിച്ചു. ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇക്കാര്യം എങ്ങനെ പറഞ്ഞു തരണമെന്ന് അയാൾക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അയാളുടെ പാഠവും മനസ്സിലാക്കിയിരുന്നുമില്ല. ഒരു ദിവസം ഞാൻ അയാളോട് തീവണ്ടി തനിയെ ഓടിക്കാൻ അനുവാദം ചോദിച്ചു. 40 കിലോമീറ്റർ ദൂരത്തോളം അയാൾ എഞ്ചിൻ എനിക്ക് വിട്ടു തന്നിട്ട് അസിസ്റ്റന്റിൻ്റെ സീറ്റിൽ പോയിരുന്നു. 20 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ വണ്ടി 4 മിനിറ്റ് പുറകിലായി. നീണ്ട കയറ്റങ്ങളുടെ അവസാനത്തിൽ വേഗത മണിക്കൂറിൽ 30 കിലോമീറ്ററിനപ്പുറം പോയില്ല. തുടർന്ന് മാൽസേവ് വണ്ടി ഓടിച്ചപ്പോൾ 50 കിലോമീറ്റർ വേഗതയിലാണ് കയറ്റങ്ങൾ കയറിയത്. വളവുകൾ തിരിയുമ്പോൾ എഞ്ചിൻ ആടിയില്ല. ഞാൻ വരുത്തിയ സമയനഷ്ടം അയാൾ വേഗം തന്നെ നികത്തി. ഓഗസ്റ്റ് മുതൽ ജൂലൈ വരെ 1 വർഷത്തോളം ഞാൻ മാൽസേവിൻ്റെ സഹായിയായി പ്രവർത്തിച്ചു. ജൂലൈ 5-ാം തീയതിയാണ് മാൽസേവ് ഒരു എക്സ്പ്രസ് വണ്ടി അവസാനമായി ഓടിച്ചത്. ഞങ്ങളുടെ തീവണ്ടിക്ക് 10 കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. വണ്ടി 4 മണിക്കൂർ പുറകിലാണ് ഓടിയത്. കാലതാമസം കഴിയുന്നത്ര കുറയ്ക്കണമെന്നും ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും ആക്കണമെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ഗുഡ്സ് വണ്ടി അടുത്ത പാളത്തിലൂടെ കടത്തിവിടാൻ വിഷമം നേരിടുമെന്നും സ്റ്റേഷൻ മാസ്റ്റർ ഇറങ്ങി വന്ന് മാൽസവിനോട് പ്രത്യേകം പറഞ്ഞു. കാലതാമസം കുറയ്ക്കാമെന്ന് മാൽസവ് വാക്കും കൊടുത്തു. ഞങ്ങൾ പുറപ്പെട്ടു. വൈകിട്ട് 8 മണിയായിട്ടും വേനലിലെ പകൽ പിന്നെയും നീണ്ടുപോയി. പ്രഭാതവേളയിലെ ഉന്മേഷത്തോടും വീര്യത്തോടും കൂടിയാണ് സൂര്യൻ പ്രകാശിച്ചത്. ബോയിലറിലെ സമ്മർദ്ദം എപ്പോഴും ഉച്ചസീമയേക്കാൾ 1/2 അറ്റ്മോസ്ഫിയർ താഴെയായിരിക്കണമെന്ന് അലക്സാണ്ടർ വെസീലിവിച്ച് എനിക്ക് നിർദ്ദേശം തന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരേ നിരപ്പുള്ള സ്റ്റെപ്പിയിലെത്തി. മാൽസവ് വണ്ടിയുടെ വേഗത 90 കിലോമീറ്റർ ആക്കി. വേഗത അതിലും താഴോട്ട് പോയില്ലെന്ന് മാത്രമല്ല, സമനിരപ്പുകളിലും ചെറിയ ഇറക്കങ്ങളിലും അത് 100 വരെ എത്തി. കയറ്റം കയറുമ്പോൾ ഞാൻ ഫയർ ബോക്സ് അതിൻ്റെ ശേഷിയുടെ പരമാവധി പ്രവർത്തിപ്പിക്കും. ആവിയുടെ സമ്മർദ്ദം കുറയുന്നുവെന്ന് കാണുമ്പോൾ ഇന്ധനം കൈകൊണ്ട് കോരിയിട്ട് സ്റ്റോക്കിംഗ് എഞ്ചിനെ സഹായിക്കാൻ ഞാൻ ഫയർമാനോട് പറയും. റെഗുലേറ്റർ മുഴുവൻ തുറന്നു വെച്ചുകൊണ്ടും റിവേഴ്സ് ഷാഫ്റ്റ് അടച്ചു വെച്ചുകൊണ്ടുമാണ് മാൽസവ് വണ്ടി ഓടിച്ചത്. ഞങ്ങളിപ്പോൾ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ട വലിയൊരു കാർമേഘ പടലത്തിൻ്റെ നേരെ കുതിച്ചു പായുകയായിരുന്നു. ഞങ്ങളുടെ വശത്ത് സൂര്യപ്രകാശം ആ മേഘത്തിൽ പതിച്ചെങ്കിലും ഉഗ്രമായ മിന്നൽ പിണരുകൾ അതിനകത്തുനിന്ന് പൊട്ടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. മൂകമായി കിടക്കുന്ന വിദൂര ഭൂതലത്തിൽ അവയുടെ കൂർത്ത മുനകൾ തുളച്ചു കയറുന്നത് ഞങ്ങൾ കണ്ടു. ആ വിദൂര ഭൂതലത്തിൻ്റെ സഹായത്തിന് ഓടിയെത്താൻ എന്ന വണ്ണം ഞങ്ങളുടെ വണ്ടി അങ്ങോട്ട് കുതിച്ചു. അലക്സാണ്ടർ വെസീലിവിച്ച് ആ കാഴ്ചയിൽ ലയിച്ചു പോയതുപോലെ തോന്നി. അയാൾ എഞ്ചിനിൽ നിന്നും എത്തിവലിഞ്ഞ് അങ്ങോട്ട് നോക്കി. തീയും പുകയും പരപ്പും കണ്ട് പഴകിയ കണ്ണുകൾ
ഉദ്വേഗത്തോടെ തിളങ്ങി. ഞങ്ങളുടെ എഞ്ചിൻ്റെ ശക്തിയും പ്രവൃത്തിയും ആ കൊടുങ്കാറ്റിനോട് കിടപിടിക്കുന്നതാണെന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾ അതിൽ അഭിമാനം കൊള്ളുന്നതുപോലെ തോന്നി. താമസിയാതെ സ്റ്റെപ്പിയിലൂടെ ഒരു ചുഴലിക്കാറ്റ് പൊടിയും പേറിക്കൊണ്ട് ഞങ്ങളുടെ നേരെ പാഞ്ഞു വന്നു. ആ കൊടുങ്കാറ്റ് മിന്നൽ കാറിനെ ഞങ്ങളുടെ നേർക്ക് തന്നെ അടിച്ച് പറത്തിക്കൊണ്ട് വരികയായിരുന്നു. ചുറ്റും ഇരുട്ട് പരന്നു. വരണ്ട ഭൂമിയും സ്റ്റെപ്പിയിലെ മണലും ഉറക്കെ മൂങ്ങിക്കൊണ്ട് എഞ്ചിൻ്റെ ഇരുമ്പുടലിനെ ഉരസിപ്പോയി. കാഴ്ച തീരെയില്ലാതെയായി. ഞാൻ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുകയും എഞ്ചിൻ്റെ ഹെഡ്ലൈറ്റ് തെളിയിക്കുകയും ചെയ്തു. തീവണ്ടിയുടെ പ്രതിചലനം മൂലം ഇരട്ടിച്ച ബലത്തോടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് ആഞ്ഞടിച്ച ചൂടുള്ള പൊടിക്കാറ്റും ദഹനവാതകങ്ങളും നേരത്തെ തന്നെ പരന്നിരുട്ടുമെല്ലാം കൂടിയായപ്പോൾ ശ്വാസം കഴിക്കാൻ തന്നെ വിഷമിച്ചു. വീർപ്പ് മുട്ടിക്കുന്ന ആ അന്ധകാരത്തിലേക്ക്, ഹെഡ്ലൈറ്റിൽ നിന്നുള്ള ആ പ്രകാശനാളത്തിലേക്ക് എഞ്ചിൻ ചീറിപ്പാഞ്ഞു. വണ്ടിയുടെ വേഗത 60 കിലോമീറ്ററായി കുറഞ്ഞു. സ്വപ്നത്തിലെന്ന പോലെയാണ് ഞങ്ങൾ പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് തുറച്ചു നോക്കിയത്. പെട്ടെന്ന് വലിയൊരു തുള്ളി വെള്ളം ചില്ലിൽ വന്നടിച്ചു. ചുടുകാറ്റേറ്റ് അത് തൽക്ഷണം തന്നെ വറ്റിപ്പോവുകയും ചെയ്തു. തുടർന്ന് തീക്ഷ്ണമായൊരു നീല വെളിച്ചം എൻ്റെ കൺപോളകൾക്കടുത്ത് മിന്നി. വിറയാർന്ന എൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ അത് തുളച്ചു കയറി. ഞാൻ ഇഞ്ചക്ടർ വീലിൽ കയറി പിടിച്ചു. പക്ഷേ എൻ്റെ ഹൃദയത്തിലെ വേദന പോയി കഴിഞ്ഞിരുന്നു. ഞാൻ ഉടനെ മാൽസെവിനെ നോക്കി. മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ അയാൾ മുമ്പോട്ട് നോക്കി വണ്ടി ഓടിക്കുകയാണ്. എന്തായിരുന്നു അത്? ഞാൻ ഫയർമാനോട് ചോദിച്ചു. മിന്നൽ, അയാൾ പറഞ്ഞു. നമ്മളെയായിരുന്നു നോട്ടം. പക്ഷേ ഉന്നം ലേശം പിഴച്ചുപോയി. ഞങ്ങളുടെ സംസാരം മാൽസവ് കേട്ടു. ഏത് മിന്നൽ? അയാൾ ഉറക്കെ ചോദിച്ചു. ഇപ്പോൾ വീശിയതല്ലേ ഉള്ളൂ, ഫയർമാൻ പറഞ്ഞു. ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മാൽസവ് വീണ്ടും പുറത്തേക്ക് നോക്കി. കണ്ടില്ലേ? ഫയർമാൻ അതിശയത്തോടെ ചോദിച്ചു. എന്തൊരു ശക്തിയായിരുന്നു അതിന്! ഞാൻ വിചാരിച്ചു ബോയിലർ പൊട്ടിത്തെറിച്ചു പോയെന്ന്. എന്നിട്ടയാൾ കണ്ടില്ലെന്ന്. അത് മിന്നലായിരുന്നോ എന്ന് എനിക്കും സംശയം തോന്നാതിരുന്നില്ല. പക്ഷേ ഇടി കേട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞു. നമ്മൾ അതിനു മുമ്പ് കടന്നു പോന്നു, ഫയർമാൻ വിശദീകരിച്ചു. ഇടി എപ്പോഴും പിന്നീടാണ് വരുന്നത്. ഇടിവെട്ടി അന്തരീക്ഷം വിറകൊള്ളുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടം കടന്നു. അങ്ങ് പിറകിലുള്ള യാത്രക്കാർ അത് കേട്ടിരിക്കും. തുടർന്ന് കോരിച്ചൊരിയുന്ന മഴയെ ഞങ്ങൾ നേരിട്ടു. പക്ഷേ താമസിയാതെ അതും പിന്നിലായി. ഇരുണ്ട് മൂകമായി കിടക്കുന്ന സ്റ്റെപ്പിയിൽ ഞങ്ങൾ പ്രവേശിച്ചു. അതിൻ്റെ മുകളിൽ കാർമേഘങ്ങൾ പണി കഴിഞ്ഞ് സ്വസ്ഥമായി വിശ്രമിക്കുകയായിരുന്നു. ശാന്തമായൊരു രാത്രിയുടെ ആഗമനം കുറിച്ചുകൊണ്ട് ഇരുട്ട് സർവത്ര വ്യാപിച്ചു. നനഞ്ഞ മണ്ണിൻ്റെയും സുരഭിലമായി പുല്ലിൻ്റെയും ഇടിയും മഴയും കൊണ്ട് ദാഹശമനം വരുത്തിയ കതിർക്കുലകളുടെയും ഗന്ധം അനുഭവപ്പെട്ടു. സമയനഷ്ടം നികത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. മാൽസവ് അത്ര നന്നായിട്ടല്ല വണ്ടി ഓടിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു. വളവുകളിൽ എഞ്ചിൻ വല്ലാതെ വശത്തോട്ട് ചെരിയുന്നുണ്ടായിരുന്നു. വേഗത ഇടയ്ക്ക് 100 കിലോമീറ്റർ വരെ ഉയരും, ഇടയ്ക്ക് 40 വരെ താഴും. അയാൾ ഒരുപക്ഷെ കലശലായി ക്ഷീണിച്ചിരിക്കുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. എങ്കിലും ഡ്രൈവർ ഇങ്ങനെ പെരുമാറുമ്പോൾ ബോയിലറും ഫയർ ബോക്സും വേണ്ട നിലയിൽ നിർത്താൻ ഞാൻ പാടുപെട്ടു. എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളമെടുക്കാൻ വേണ്ടി ഒരു ഹാൾട്ടുണ്ട്. വല്ലതും കഴിക്കാനും സ്വല്പം വിശ്രമിക്കാനും അലക്സാണ്ടർ വെസീലിവിച്ചിന് സമയം കിട്ടും. ഇതിനകം തന്നെ 40 മിനിറ്റ് നികത്തിയിരിക്കുന്നു. ഓട്ടം തീരുന്നതിന് മുമ്പ് ചുരുങ്ങിയത് 1 മണിക്കൂർ കൂടി നികത്താൻ കഴിയും. എങ്കിലും മാൽസവിൻ്റെ ഈ ക്ഷീണം എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. റെയിൽപാതയിലും മുമ്പിലുള്ള സിഗ്നലുകളിലും ഞാൻ ശ്രദ്ധ വയ്ക്കാൻ തുടങ്ങി. ഞാനിരിക്കുന്ന ഭാഗത്ത് ഇടത്തെ എഞ്ചിൻ്റെ മുകളിലായി ഷാഫ്റ്റ് മെക്കാനിസത്തിൻ്റെ വെളിച്ചം വീശിക്കൊണ്ട് ഒരു ബൾബ് കത്തുന്നുണ്ടായിരുന്നു. ഇടതുവശത്തെ എഞ്ചിൻ ഏകാഗ്രമായി നിസ്സങ്കോചം പ്രവർത്തിക്കുന്നത് എനിക്ക് നല്ലവണ്ണം കാണാം. പെട്ടെന്ന് വെളിച്ചമൊന്ന് പതറുകയും മെഴുകുതിരി പോലെ മങ്ങിക്കത്താൻ തുടങ്ങുകയും ചെയ്തു. ഞാൻ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി. എല്ലാ ബൾബുകളും 4-1 ശക്തിയോടെയാണ് കത്തുന്നത്.
ഉപകരണങ്ങൾ കഷ്ടിച്ച് കാണാമെന്നേയുള്ളൂ. ആ നിമിഷത്തിൽ ഈ തകരാറിലേക്ക് എൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അലക്സാണ്ടർ വെസീലിവിച്ച് പതിവ് പോലെ ചുറ്റിയ കൊണ്ട് മുട്ടാത്തതിൽ ഞാൻ അതിശയിച്ചു. ജനറേറ്റർ വേണ്ടത്ര തവണ കറങ്ങുന്നില്ലെന്നും വോൾട്ടേജ് കുറഞ്ഞിരിക്കുന്നുവെന്നും വ്യക്തമാണ്. ഞാൻ സ്റ്റീം പൈപ്പിനിടയിലൂടെ ജനറേറ്റർ നന്നാക്കുന്നതിൽ വ്യാപൃതനായി. കുറേ സമയം ഞാൻ അതിനുവേണ്ടി ചെലവഴിച്ചു. എന്നിട്ടും വോൾട്ടേജ് കൂടിയില്ല. ആ സമയത്ത് ചുവന്ന വെളിച്ചത്തിൻ്റെ ഒരു മങ്ങിയ പടലം ഇൻസ്ട്രുമെൻ്റ് ഡയലുകളുടെയും എൻജിൻ മച്ചിൻ്റെയും മീതെ കൂടി കടന്നുപോയി. ഞാൻ പുറത്തേക്ക് എത്തി നോക്കി. മുമ്പിൽ ഇരുട്ടത്ത് അടുത്താണോ അകലെയാണോ എന്ന് തീർച്ചയില്ലായിരുന്നു. ഒരു ചുവന്ന വെളിച്ചം റെയിൽ പാതയുടെ കുറുകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമായിരുന്നു. അലക്സാണ്ടർ വെസീലിവിച്ച് എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വണ്ടി നിർത്താൻ വേണ്ടി 3 തവണ ചൂളം വിളിച്ചു. എഞ്ചിൻ്റെ ചക്രങ്ങൾക്കിടയിൽ ഫിഷ് പ്ലേറ്റുകൾ ഞെരിയുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ മാൽസോവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അയാൾ എൻ്റെ നേർക്ക് മുഖം തിരിച്ചു. ശൂന്യമായ ദൃഷ്ടികളോടെ എന്നെ ശാന്തമായി നോക്കി. സ്പീഡോമീറ്റർ 60 കിലോമീറ്ററിൽ നിൽക്കുകയായിരുന്നു. നമ്മൾ ഫിഷ് പ്ലേറ്റുകൾ ഞെരിക്കുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ വീലിൻ്റെ നേരെ കൈനീട്ടി. മാറി നിൽക്ക്, അയാൾ അട്ടഹസിച്ചു. അയാളുടെ കണ്ണുകൾ തിളങ്ങി. സ്പീഡോമീറ്ററിൻ്റെ മുകളിലുള്ള ബൾബിൻ്റെ മങ്ങിയ വെളിച്ചം അവയിൽ നിഴലിച്ചു. അയാൾ തൽക്ഷണം തന്നെ എമർജൻസി ബ്രേക്കുകൾ പ്രയോഗിക്കുകയും എൻജിൻ റിവേഴ്സിലിടുകയും ചെയ്തു. ഞാൻ ബ്രോയിലറിൻ്റെ മുകളിലേക്ക് അലച്ചു വീണു. റെയിലുകളുമായി മല്ലിടുന്ന ചക്രങ്ങളുടെ സീൽക്കാരം ഞാൻ കേട്ടു. മാൽസേവ്, സിലിണ്ടർ പൈപ്പുകൾ തുറക്കണം, ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ എൻജിൻ തകരും. വേണ്ട, തകരില്ല, അയാൾ പറഞ്ഞു. വണ്ടി നിന്നു. ഇഞ്ചക്ടർ കൊണ്ട് ബോയിലറിലേക്ക് വെള്ളം പമ്പ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് നോക്കി. ഉദ്ദേശം 10 മീറ്റർ അകലെ ഞങ്ങളുടെ അതേ പാളത്തിൽ ഒരു സ്റ്റീം എഞ്ചിൻ പുറംതിരിഞ്ഞു നിന്നിരുന്നു. ഞങ്ങളുടെ വണ്ടി നിർത്താനായി ചുട്ടുപഴുത്ത തീമുട്ടുകോൽ വീശിക്കൊണ്ട് ഒരാൾ ടെൻഡറിൻ്റെ പുറത്ത് നിൽപ്പുണ്ട്. സ്റ്റേഷനുകൾക്കിടയ്ക്ക് നിന്ന് പോയൊരു ഗുഡ്സ് വണ്ടി തള്ളിക്കൊണ്ടു പോവുകയായിരുന്നു ആ എഞ്ചിൻ. അപ്പോൾ ഞാൻ റെയിൽ പാതയിൽ ശ്രദ്ധ വയ്ക്കാതെ ജനറേറ്റർ നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളൊരു മഞ്ഞ സിഗ്നലും അത് കഴിഞ്ഞ് ഒരു ചുവന്ന സിഗ്നലും കടന്നുപോയെന്നർത്ഥം. ഒരുപക്ഷെ മുന്നറിയിപ്പിൻ്റെ രൂപത്തിൽ ലൈൻമാരിൽ നിന്നും വേറെ ചില സിഗ്നലുകളും വന്നിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് മാൽസേവ് ഇതൊന്നും കാണാതെ പോയത്? കോസ്ത്യ, അയാൾ എന്നെ വിളിച്ചു. ഞാൻ അടുത്തു ചെന്നു. കോസ്ത്യ, എന്താണ് നമ്മളുടെ മുമ്പിൽ? ഞാൻ പറഞ്ഞു കൊടുത്തു. കോൾസ്യ, ഇനി മുതൽ നീ ഓടിക്കേ, എനിക്ക് കണ്ണ് കാണാൻ വയ്യ. പിറ്റേന്ന് ഞാൻ തീവണ്ടി ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് തിരിച്ചോടിച്ചു. എഞ്ചിന് ചില കേടുപാടുകൾ പറ്റിയിരുന്നുകൊണ്ട് ഞാനത് ഡിപ്പോയിലെത്തിച്ചു. നടന്ന സംഭവത്തെക്കുറിച്ച് ഡിപ്പോ മാനേജർക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷം ഞാൻ മാൽസോവിൻ്റെ കൈപിടിച്ച് അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങേയറ്റം ദുഃഖിതനായിരിക്കുന്ന അയാൾ ഡിപ്പോ മാനേജരെ കാണാൻ പോയില്ല. തൻ്റെ വീടിരിക്കുന്ന പുല്ല് പിടിച്ച വഴിയിലെത്തുന്നതിന് മുമ്പ് തന്നെ എന്നോട് മടങ്ങിപ്പോയിക്കൊള്ളാൻ മാൽസേവ് പറഞ്ഞു. ഞാൻ പോവില്ല, ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടാ അലക്സാണ്ടർ വെസീലിവിച്ച്? ചിന്താധീനങ്ങളായി തെളിഞ്ഞ കണ്ണുകളോടെ അയാൾ എന്നെ നോക്കി. നീ പോയിക്കോ, എനിക്കിപ്പോൾ കണ്ണു കാണാം. അതാ എൻ്റെ ഭാര്യ വരുന്നു. അയാളുടെ വീട്ടുപടിക്കൽ വാസ്തവത്തിൽ ഒരു സ്ത്രീ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അലക്സാണ്ടർ വെസീലിവിച്ചിൻ്റെ ഭാര്യയായിരുന്നു അവർ. അവരുടെ കറുത്ത മുടി വെയിലത്ത് തിളങ്ങി. അവർ തലയിൽ സ്കാർഫ് കെട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ചു. ഇല്ല, മാൽസോവ് പറഞ്ഞു. ആർക്കാണ് കണ്ണ് കാണാത്തത്, നിനക്കോ എനിക്കോ? കണ്ണ് കാണാമെന്നെങ്കിൽ ശരി, അങ്ങനെയാകട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങി. മാൽസേവിൻ്റെ പേരിൽ കേസെടുത്തു. വിചാരണ തുടങ്ങി. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ വിളിപ്പിച്ചു. എക്സ്പ്രസ് തീവണ്ടിയിലെ സംഭവത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ചോദിച്ചു. മാൽസേവ് കുറ്റക്കാരനല്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞു. മിന്നൽ വീശിയപ്പോൾ വളരെ അടുത്തു നിന്നുള്ള വൈദ്യുത ചാർജേറ്റ് അയാളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞു. മിന്നലിൻ്റെ ആഘാതം കൊണ്ട് അയാളുടെ കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഞരമ്പുകൾ തകരാറിലായി. അത് കൃത്യമായിട്ട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു.
നിങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് സാധ്യമാണ്, പക്ഷേ സംഭാവ്യമല്ല. മിന്നൽ കണ്ടിട്ടില്ലെന്ന് മാൽസേവ് തന്നെ പറഞ്ഞുവല്ലോ. പക്ഷേ ഞാൻ കണ്ടതാണ്, ഫയർമാനും പറഞ്ഞു. എന്നുവെച്ചാൽ മിന്നൽ പതിച്ചത് മാൽസേവിനടുത്തായിരുന്നില്ല, നിങ്ങളുടെ അടുത്തായിരുന്നു എന്നർത്ഥം. അദ്ദേഹം ന്യായവാദം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കും ഫയർമാനും ഷോക്കടിക്കുകയോ കാഴ്ചശക്തി നഷ്ടപ്പെടുകയോ ചെയ്യാതിരിക്കുകയും അതേസമയം മാൽസേവ് അന്ധനാവുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? എനിക്ക് ഉത്തരം മുട്ടി. എങ്കിലും തെല്ലിട കഴിഞ്ഞ് എനിക്കൊരു ബുദ്ധി തോന്നി. മാൽസേവിന് മിന്നൽ കാണാൻ നിവർത്തിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞു. എൻ്റെ വാക്കുകൾ കേട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിശയിച്ചു പോയി. അയാൾക്കത് കാണാൻ നിവർത്തിയില്ലായിരുന്നു. മിന്നൽ പിണറിന് മുമ്പ് വരുന്ന വിദ്യുത് കാന്തിക തരംഗം അയാളെ ക്ഷണത്തിൽ അന്ധനാക്കി കഴിഞ്ഞിരുന്നു. മിന്നലിൻ്റെ വെളിച്ചം വൈദ്യുത ചാർജിൻ്റെ അനന്തരഫലമാണ്, മിന്നലിനുള്ള കാരണമല്ല. മിന്നൽ വീശുന്നതിനകം തന്നെ മാൽസേവ് അന്ധനായി കഴിഞ്ഞിരുന്നു. ഒരന്ധന് അത് കാണാൻ സാധ്യമല്ലല്ലോ. കൗതുകരമായിരിക്കുന്നു, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മാൽസേവ് ഇപ്പോഴും അന്ധനാണെങ്കിൽ ഞാൻ അയാളുടെ കേസ് അവസാനിപ്പിച്ചേനെ. പക്ഷേ ഇപ്പോൾ അയാൾക്ക് നിങ്ങളെയും എന്നെയും പോലെ തന്നെ കണ്ണ് കാണാമെന്നറിയാമല്ലോ. ശരിയാണ്, ഞാൻ സമ്മതിച്ചു. എക്സ്പ്രസ് തീവണ്ടി ഇത്ര വേഗത്തിൽ ആ ഗുഡ്സ് വണ്ടിയിൽ മുട്ടിക്കാൻ പോയപ്പോൾ അയാൾ അന്ധനായിരുന്നോ? അദ്ദേഹം ചോദിച്ചു. ആയിരുന്നു, ഞാൻ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ കൗതുകപൂർവ്വം നോക്കി. എങ്കിൽ പിന്നെ അയാൾ എഞ്ചിൻ്റെ നിയന്ത്രണം നിങ്ങളെ ഏൽപ്പിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? വണ്ടി നിർത്താൻ നിങ്ങളോട് പറയാനെങ്കിലും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അതെനിക്കറിയില്ല. കണ്ടോ, അതാണ് കാര്യം. ചുമതലാബോധമുള്ള മുതിർന്നൊരു മനുഷ്യൻ എക്സ്പ്രസ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ 100 കണക്കിന് ആളുകളെ മരണത്തിലേക്ക് തള്ളുന്നു. അത്യാഹിതം സംഭവിക്കാത്തത് വെറും യാദൃശ്ചികമാണ്. എന്നിട്ട് തനിക്ക് കണ്ണ് കണ്ടുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തടിതപ്പുന്നു. എന്താണതിൻ്റെ അർത്ഥം? പക്ഷേ അയാൾ മരിക്കുമായിരുന്നുവല്ലോ, ഞാൻ പറഞ്ഞു. മരിക്കുമായിരിക്കും, പക്ഷേ ഒരാളുടെ ജീവനിലല്ല, 100 കണക്കിന് ആളുകളുടെ ജീവനിലാണ് എനിക്ക് താല്പര്യം. മരിക്കാൻ അയാൾക്ക് തക്കതായ കാരണമുണ്ടായിരുന്നിരിക്കാം. ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉദാസീനായി. അദ്ദേഹത്തിന് എന്നോട് മടുപ്പ് തോന്നി. ഞാനൊരു വിഡ്ഢിയാണെന്ന് അദ്ദേഹം കരുതിയിരിക്കണം. പ്രധാന കാര്യമൊഴിച്ച് മറ്റെല്ലാം നിങ്ങൾക്കറിയാം. അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് സാവധാനത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് പോകാം. ഞാൻ നേരെ മാൽസേവിൻ്റെ വീട്ടിലേക്ക് പോയി. അലക്സാണ്ടർ വെസീലവിച്ച്, കണ്ണ് കാണാതായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ സഹായം ചോദിക്കാതിരുന്നത്? പക്ഷേ എനിക്ക് കണ്ണ് കാണാമായിരുന്നുവല്ലോ, പിന്നെ നിന്റെ സഹായം എന്തിനാ? അയാൾ ചോദിച്ചു. നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്? സർവ്വതും. റെയിൽ പാളം, സിഗ്നലുകൾ, വലത്തെ എഞ്ചിൻ്റെ പ്രവർത്തനം എന്നു വേണ്ട സർവ്വതും. ഞാൻ അമ്പരന്നുപോയി. പിന്നെ എങ്ങനെയാണത് സംഭവിച്ചത്? ആ മുന്നറിയിപ്പുകളൊന്നും വകവയ്ക്കാതെ നിങ്ങൾ മറ്റൊരു വണ്ടിയിൽ ചെന്ന് ഇടിക്കാൻ പോയത് എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് 1ാം കിട ഡ്രൈവറായിരുന്ന ആ മനുഷ്യൻ ഒരു നിമിഷം വിഷാദപൂർവ്വം ആലോചിച്ചിരുന്ന ശേഷം ആത്മഗതമെന്ന വണ്ണം പതുക്കെ പറഞ്ഞു. വെളിച്ചം കണ്ട് പഴക്കമായത് കാരണം വെളിച്ചം കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. എന്നാൽ വാസ്തവത്തിൽ ഞാനത് കണ്ടത് എൻ്റെ മനസ്സിലാണ്, എൻ്റെ ഭാവനയിലാണ്. ഞാൻ വാസ്തവത്തിൽ അന്ധനായി കഴിഞ്ഞിരുന്നു. പക്ഷേ ഞാനത് അറിഞ്ഞില്ല. ആ ഫിഷ് പ്ലേറ്റുകളുടെ കാര്യം പോലും ഞാൻ വിശ്വസിച്ചില്ല. അവ ഞെരിയുന്ന ശബ്ദം ഞാൻ കേട്ടതാണ്. പക്ഷേ ഞാൻ കരുതി എനിക്ക് വെറുതെ തോന്നുന്നതാണെന്ന്. നീ വണ്ടി നിർത്താനുള്ള ചൂളം വിളിക്കുകയും എൻ്റെ നേരെ തൊള്ളയിടുകയും ചെയ്തപ്പോൾ ഞാൻ മുമ്പിൽ കണ്ടത് പച്ച വെളിച്ചമാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എനിക്കെപ്പോൾ മാൽസേവിന് മനസ്സിലായി. പക്ഷേ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം വളരെ സമയത്തേക്ക് താൻ തൻ്റെ ഭാവനയിൽ പരിസരമാകെ കണ്ടുകൊണ്ടിരുന്നുവെന്നും അക്കണ്ടത് യഥാർത്ഥമാണെന്ന് വിശ്വസിച്ചെന്നും അയാൾ എന്തുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അയാളോട് അതിൻ്റെ കാരണം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, മാൽസേവ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? അതെല്ലാം നിങ്ങളുടെ തോന്നലായിരുന്നു, അദ്ദേഹം പറഞ്ഞു.
ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വലുതുമൊക്കെ തോന്നുന്നില്ലെന്ന് ആര് കണ്ടു? പക്ഷേ നിങ്ങളുടെ തോന്നലുകളും ഭാവനകളുമല്ല വസ്തുതകൾ തിട്ടപ്പെടുത്തുകയെന്താണ് എൻ്റെ ജോലി. നിങ്ങളുടെ തോന്നലുകൾ വാസ്തവത്തിൽ നടന്നതാണോ അല്ലയോ എന്ന് പരിശോധിച്ചു നോക്കാൻ എനിക്ക് നിവർത്തിയില്ല. അവ നിങ്ങളുടെ മനസ്സിൽ മാത്രമുണ്ടായിരുന്നവയാണ്, നിങ്ങളുടെ വാക്ക് മാത്രമാണ്. പക്ഷേ ഒട്ടുമുക്കാലും നടക്കുമായിരുന്ന ആ തീവണ്ടി അപകടം ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞു. എനിക്ക് തന്നെ അറിയാം, ഡ്രൈവർ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞതും ശരിയാണ്. ഞാൻ കുറ്റക്കാരനല്ല. ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കുക? എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. മാൽസവിന് തടവ് ശിക്ഷ വിധിച്ചു. ഞാൻ മുമ്പത്തെ പോലെ ഡ്രൈവറുടെ അസിസ്റ്റൻ്റായി ജോലി തുടർന്നു. ജാഗ്രതയുള്ള ഒരു വൃദ്ധൻ്റെ കൂടെയായിരുന്നു ഇപ്പോൾ ജോലിയെന്ന് മാത്രം. മഞ്ഞ വെളിച്ചം കാണുന്നതിന് 1 കിലോമീറ്റർ മുമ്പ് തന്നെ അയാൾ ബ്രേക്ക് ഇടാൻ തുടങ്ങും. അടുത്തെത്തുമ്പോഴേക്കും അത് പച്ചയാകും. അപ്പോൾ കിളവൻ വീണ്ടും വണ്ടി വലിച്ചിഴച്ച് മുന്നോട്ട് നീക്കും. ഇതെന്ത് ജോലി? മാൽസോവിൻ്റെ അഭാവം എനിക്ക് അനുഭവപ്പെട്ടു. അടുത്ത വർഷം ശൈത്യകാലത്ത് ഞാൻ എൻ്റെ അനുജനെ കാണാൻ വേണ്ടി ജില്ലാ കേന്ദ്രത്തിൽ പോയി. വിദ്യാർത്ഥിയായിരുന്നവൻ സർവകലാശാലയുടെ വക ഹോസ്റ്റലിലായിരുന്നു താമസം. കൃത്രിമമായി മിന്നലുണ്ടാക്കാനുള്ള ഒരു ടെസ്ല കോയിൽ അവരുടെ ഫിസിക്സ് ലാബോറട്ടറിയുള്ള കാര്യം വർത്തമാനത്തിനിടയിൽ അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ വ്യക്തമായ രൂപത്തിലല്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരാശയം ഉദിച്ചു. വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം കൂടുതൽ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ആശയം ശരിയാണെന്ന് ഞാൻ തീർച്ചപ്പെടുത്തി. തടവിൽ കിടക്കുന്ന മാൽസവ് വൈദ്യുത ഡിസ്ചാർജുകൾ എങ്ങനെ താങ്ങുമെന്ന് പരീക്ഷിച്ചു നോക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ കേസിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന് എഴുതി. മാൽസവിൻ്റെ മനസ്സോ ദർശനേന്ദ്രിയങ്ങളോ ക്ഷിപ്രവും സമീപസ്ഥവുമായ വൈദ്യുത ഡിസ്ചാർജുകളുടെ പ്രവർത്തനത്തോട് സാമാന്യത്തിൽ കവിഞ്ഞ സംവേദകത്വം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് തെളിഞ്ഞാൽ അയാളുടെ കേസ് പുനർപരിശോധിക്കേണ്ടതാണ്. ടെസ്ല കോയിൽ എവിടെയാണുള്ളതെന്നും ഒരു മനുഷ്യൻ്റെ മേൽ ആ പരീക്ഷണം നടത്തേണ്ടത് എങ്ങനെയാണെന്നും ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചു. വളരെ കാലത്തേക്ക് എനിക്ക് മറുപടി കിട്ടിയില്ല. പിന്നീട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കിട്ടി. ഞാൻ നിർദ്ദേശിച്ച പരീക്ഷണം സർവകലാശാലയിലെ ഫിസിക്സ് ലാബോറട്ടറിയിൽ വെച്ച് നടത്താമെന്ന് ജില്ലാ പ്രോസിക്യൂട്ടർ സമ്മതിച്ചിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ വിളിപ്പിച്ചു. ആകാംക്ഷയോടെയാണ് ഞാൻ അവിടെ ചെന്നത്. മാൽസവിൻ്റെ കേസ് മംഗളമായി പര്യവസാനിക്കുമെന്ന് എനിക്ക് തീർച്ചയുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ സ്വാഗതം ചെയ്തു. വളരെ നേരത്തേക്ക് അദ്ദേഹം ഒന്നും തന്നെ മിണ്ടിയില്ല. വിഷാദഭരിതമായ കണ്ണുകളോടെ അദ്ദേഹം ഒരു കടലാസ് മെല്ലെ വായിക്കുകയായിരുന്നു. എൻ്റെ മനസ്സിടിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതനെ ദ്രോഹിക്കുകയാണ് ചെയ്തത്, അദ്ദേഹം ഒടുവിൽ പറഞ്ഞു. എന്താ കാര്യം? ശിക്ഷയിൽ മാറ്റമില്ലേ? അതല്ല, മാൽസവിനെ ജയിലിൽ നിന്ന് വിട്ടു. കൽപ്പന കൊടുത്തു കഴിഞ്ഞു. ഇതിനകം വീട്ടിലെത്തിയിരിക്കും. നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. പക്ഷേ ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുകയില്ല. നിങ്ങൾ മോശമായ ഉപദേശമാണ് തന്നത്. മാൽസവ് വീണ്ടും അന്ധനായി. സപ്തനാഡികളും തളർന്ന് ഞാൻ വീണ്ടും ഇരുന്നു. എൻ്റെ ഉത്സാഹം നിമിഷം കൊണ്ട് കെട്ടടങ്ങി. എൻ്റെ തൊണ്ട വരണ്ടു. വിദഗ്ധർ മാൽസവിനെ യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഇരുട്ടത്ത് ടെസ്ല കോയിലിൻ്റെ കീഴിലിരുത്തി. കറന്റ് ഓൺ ചെയ്തപ്പോൾ നിശ്ചിതമായ ഒരു മിന്നൽ പിണരുണ്ടായി. മാൽസവ് ആദ്യ അവസാനം ശാന്തനായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾക്ക് വീണ്ടും കണ്ണ് കാണാതായിരിക്കുന്നു. ഒരു വൈദ്യപരിശോധന വഴി അക്കാര്യം വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് തുടർന്നു. ഇപ്പോൾ അയാൾ വീണ്ടും ഭാവനയിൽ മാത്രമേ ലോകം കാണുന്നുള്ളൂ. നിങ്ങൾ അയാളുടെ ചങ്ങാതിയല്ലേ? അയാളെ സഹായിക്കൂ. ഒരുപക്ഷെ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടുമായിരിക്കും, ഞാൻ പ്രത്യാശയോടെ പറഞ്ഞു. ആ തീവണ്ടി സംഭവത്തിനു ശേഷം അങ്ങനെയാണല്ലോ ഉണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു നിമിഷം ചിന്താധീനനായി. സംശയമാണ്. അത് ആദ്യത്തെ പരിക്കായിരുന്നു. ഇപ്പോഴിതാ അതേയിടത്ത് തന്നെ രണ്ടാമതൊന്നുകൂടി. സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അദ്ദേഹം എഴുന്നേറ്റ് കുറ്റബോധത്തോടെ മുറിയിൽ ഉലാത്താൻ തുടങ്ങി. എല്ലാം എൻ്റെ കുറ്റമാണ്. നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ എന്തിനാണ് ഒരു വിഡ്ഢിയെ പോലെ
ആ പരീക്ഷണത്തിന് നിർബന്ധിച്ചത്? ഞാനൊരു മനുഷ്യനെയാണ് അപകടത്തിൻ്റെ മുമ്പിലേക്ക് തള്ളിവിട്ടത്. അയാൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഒരു കുറ്റവും ചെയ്തില്ല, ഒരു അപകടവും വരുത്തി വച്ചില്ല. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഏതാണ് നല്ലത്, കണ്ണ് കാണാതെ സ്വതന്ത്രമായി നടക്കുന്നതോ അതോ കണ്ണ് കാണാമെങ്കിലും അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതോ? ഇത്ര വലിയ കഷ്ടകാലം വരുത്തിവെച്ചുകൊണ്ട് ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടി വരുമെന്ന് ഞാൻ നനച്ചില്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇത് വളരെ വലിയ വിലയാണ്. താങ്കൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരാളെപ്പറ്റി എല്ലാം അറിഞ്ഞിരിക്കേണ്ടവരാണ്, അയാൾക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത എല്ലാ കാര്യങ്ങൾ പോലും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം ശാന്തമായി സമ്മതിച്ചു. നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട സുഹൃത്തെ. മനുഷ്യൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അവയെ തിരഞ്ഞത് വെളിയിലാണ്. പക്ഷേ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ അന്തസ്സോടെ മാൽസവനോട് പെരുമാറി. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. എനിക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട്, അദ്ദേഹം പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ സഹായി എന്ന നിലയ്ക്ക് നിങ്ങൾ ശോഭിക്കും, അറിയാമോ? നന്ദി. പക്ഷേ എനിക്ക് വേറെ ജോലിയുണ്ടല്ലോ. ഞാൻ എക്സ്പ്രസ് ട്രെയിനിലെ ഡ്രൈവറുടെ സഹായിയാണ്. ഞാൻ അവിടെ നിന്നിറങ്ങി. ഞാൻ മാൽസവിൻ്റെ സ്നേഹിതനായിരുന്നില്ല. പ്രത്യേകിച്ചൊരു താല്പര്യമോ അടുപ്പമോ അയാൾ എന്നോട് ഒരിക്കലും കാട്ടിയിട്ടില്ല. എങ്കിലും വിധിയുടെ കഠോരതയിൽ നിന്നും അയാളെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഇത്ര നിസ്സാരമായും അലക്ഷ്യമായും ഒരു മനുഷ്യനെ തകർക്കുന്ന വിധിയുടെ ശക്തികളോട് എനിക്ക് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി. മറ്റാരെയും, ഉദാഹരണത്തിന് എന്നെ, തകർക്കാതെ അവ മാത്സ്യവനെ തന്നെ തകർത്തതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. മനുഷ്യരായി നമ്മൾ കൽപ്പിക്കുന്ന ഗണിതശാസ്ത്രാർത്ഥത്തിൽ അങ്ങനെയൊരു ലക്ഷ്യം പ്രകൃതിയിൽ നിലനിൽക്കുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും മനുഷ്യജീവിതത്തിൽ നാശം വിതയ്ക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ആ നശീകരണ ശക്തികൾക്ക് ഇരയായിത്തീരുന്നത് ഏറ്റവും മികച്ചു നിൽക്കുന്നവരായിരിക്കുമെന്നും തെളിയിക്കുന്ന വസ്തുതകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അടിയറവ് പറയില്ലെന്ന് ഞാൻ നിശ്ചയിച്ചു. കാരണം ബാഹ്യമായ പ്രകൃതി ശക്തികളിലോ നമ്മുടെ തന്നെ വിധിയിലോ ഇല്ലാത്ത എന്തോ ഒന്ന് എനിക്കുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ മനുഷ്യ സത്തയെക്കുറിച്ച് ഞാൻ ബോധവാനായിരുന്നു. ഞാൻ രോഷം കൊണ്ടു. ചെറുക്കുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എങ്ങനെ ചെറുക്കണമെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. അടുത്ത വേനലിൽ ഞാൻ എൻജിൻ ഡ്രൈവർ പരീക്ഷയിൽ ജയിക്കുകയും ചെറിയ ദൂരങ്ങളിലുള്ള പാസഞ്ചർ ലൈനുകളിൽ SU പരമ്പരയിൽപ്പെട്ട എൻജിൻ ഓടിച്ചു തുടങ്ങുകയും ചെയ്തു. സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോറത്തിൽ നിൽക്കുന്ന കമ്പാർട്ട്മെൻറ്റുകളോട് ഘടിപ്പിക്കാൻ എൻജിനുമായി വരുന്ന ഏതാണ്ട് എല്ലാ സന്ദർഭങ്ങളും മാൽസവ് ഒരു ചായമടിച്ച ബെഞ്ചിലിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. കാൽമുട്ടുകൾക്കിടയിലുള്ള വടിയൂനി മുമ്പോട്ട് ചാഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ വികാരസാന്ദ്രമായ മുഖവും ശൂന്യമായ അന്ധനേത്രങ്ങളും എൻജിൻ്റെ നേരെ തിരിക്കും. എണ്ണയുടെയും കൽക്കരിയുടെയും ഗന്ധം ആർത്തിയോടെ നുകരും. എൻജിൻ പമ്പിൻ്റെ താളക്രമത്തിലുള്ള ശബ്ദത്തിന് ചെവിയോർക്കും. അയാളെ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടു എന്നറിയാതെ ഞാൻ പുറപ്പെടും. അയാൾ അവിടെ തന്നെ ഇരിപ്പ് തുടരും. വേനൽ കഴിയാറായി. ഞാൻ എൻജിനിലെ ജോലി തുടർന്നു. അലക്സാണ്ടർ വെസീലവിച്ച് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ചിലപ്പോൾ വടി മുട്ടിക്കൊണ്ട് തെരുവിലൂടെ മെല്ലെ നടന്നു പോകുന്നതും കാണാം. അയാൾക്ക് വാർദ്ധക്യം തോന്നിക്കുകയും ദേഹം ശോഷിക്കുകയും ചെയ്തു. പണത്തിന് ഞെരുക്കമൊന്നുമുണ്ടായിരുന്നില്ല. പെൻഷൻ കിട്ടുന്നതിന് പുറമെ ഭാര്യ ജോലിക്ക് പോകുന്നുമുണ്ട്. പോരെങ്കിൽ കുട്ടികളുമില്ല. എങ്കിലും വിരസതയും നിർജീവതയുമെന്ന വിധിയും അയാളെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. സന്തത ദുഃഖം മൂലം അയാളുടെ ഉടലാകെ ഉണങ്ങിപ്പോയി. ഞാൻ ചിലപ്പോഴൊക്കെ അയാളോട് വർത്തമാനം പറയാറുണ്ട്. പക്ഷേ എൻ്റെ കുശല പ്രശ്നങ്ങളും അന്ധന്മാരും എല്ലാ അർത്ഥത്തിലും പൂർണ്ണ മനുഷ്യരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള എൻ്റെ ആശ്വാസവചനങ്ങളും അയാളെ മുഷിപ്പിച്ചതേയുള്ളൂ. എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോ, എൻ്റെ വാക്കുകൾ കേട്ട് അയാൾ പറയും. പക്ഷേ ഞാനും മുൻകൂപിയാണ്. ഒരു ദിവസം പതിവ് പോലെ എന്നോട് മാറിപ്പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ 10:30 പുറപ്പെടുകയാണ്. അടങ്ങിയിരുന്നു കൊള്ളാമെന്ന് വാക്ക് തരാമെങ്കിൽ
ഞാൻ നിങ്ങളെ കൂടി എഞ്ചിനിലിരുത്തിക്കൊണ്ടു പോകാം. മാൽസവ് ഉടനെ തന്നെ സമ്മതിച്ചു. ശരി ശരി, ഞാൻ അടങ്ങിയിരുന്നു കൊള്ളാം. എനിക്ക് എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ തന്നാൽ മതി. റിവേഴ്സോ അങ്ങനെ എന്തെങ്കിലും. ഞാനത് തിരിക്കില്ല. തിരിക്കില്ലത്രേ, ഞാൻ പറഞ്ഞു. തിരിച്ചാലുണ്ടല്ലോ, ഞാൻ കുറെ കനൽ വാരി കയ്യിലിട്ട് തരും. ഞാൻ ഒന്നിച്ചുള്ള അവസാനത്തെ യാത്രയായിരിക്കും അത്. ആ അന്ധൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ മുമ്പിൽ എളിമ കാട്ടാൻ പോലും അയാൾ സന്നദ്ധനായിരുന്നു. എഞ്ചിനിൽ ഒരിക്കൽ കൂടി കയറാനുള്ള അയാളുടെ ആഗ്രഹം അത്രയ്ക്ക് ഉത്കടമായിരുന്നു. പിറ്റേന്ന് ഞാൻ അയാളെ ആ ചായമടിച്ച ബെഞ്ചിൽ നിന്ന് എഞ്ചിനിലേക്ക് ക്ഷണിക്കുകയും ഇറങ്ങി വന്ന് അതിനുള്ളിലേക്ക് പിടിച്ചു കയറ്റുകയും ചെയ്തു. സ്റ്റേഷൻ വിട്ടതിന് ശേഷം ഞാൻ അലക്സാണ്ടർ വെസീലിവിച്ചിനെ ഡ്രൈവറുടെ സീറ്റിലിരുത്തി. അയാളുടെ ഒരു കൈ റിവേഴ്സിലും മറ്റേത് ഓട്ടോമാറ്റിക് ബ്രേക്കിലും വെച്ചു. പിന്നീട് എൻ്റെ കൈകൾ അയാളുടെ കൈകളുടെ മീതെ വെച്ചു. ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ പതിവ് പോലെ വണ്ടി ഓടിച്ചു. ഒപ്പം അയാളുടെ കൈകളും ചലിപ്പിച്ചു. ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ചുകൊണ്ട് മാൽസവ് നിശബ്ദമിരുന്നു. അയാൾ എഞ്ചിൻ്റെ ചലനവും മുഖത്തടിക്കുന്ന കാറ്റും താൻ ചെയ്യുന്ന ജോലിയും ആസ്വദിക്കുകയായിരുന്നു. തൻ്റെ ദുഃഖം മറന്ന് അയാൾ ഏകാഗ്രതയോടെ ഇരുന്നു. പ്രശാന്തമായൊരു ആഹ്ലാദം ആ മുഖത്തെ ദീപ്തമാക്കി. അയാളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിൻ്റെ സ്പർശനത്തിൽ കവിഞ്ഞൊരു ആനന്ദമില്ലായിരുന്നു. മടക്കത്തിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് സഞ്ചരിച്ചത്. മാൽസവ് ഡ്രൈവറുടെ സീറ്റിലിരുന്നു. ഞാൻ മുമ്പോട്ട് കുനിഞ്ഞ് എൻ്റെ ഇരുകരങ്ങളും അയാളുടെ കൈകളുടെ മീതെ വെച്ചു. ഈ രീതിയിലുള്ള പ്രവർത്തനവുമായി അത്രയും സമയം കൊണ്ട് മാൽസവ് ശരിക്കും പരിചയിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ അയാളുടെ കൈ മെല്ലെ ഒന്ന് അമർത്തുകയേ വേണ്ടൂ. എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അയാൾ കൃത്യമായി ഊഹിച്ചറിയും. അയാളുടെ ഉള്ളിലെ പഴക്കമുറ്റ വിദഗ്ധ സാരഥി അന്ധത കൊണ്ടുള്ള ന്യൂനത പരിഹരിക്കാനും വേറെ മാർഗങ്ങളിലൂടെ പ്രപഞ്ചത്തെ ഗ്രഹിക്കാനും കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു. പണിയെടുക്കാനും അങ്ങനെ സ്വന്തം നിലനിൽപ്പിനെ സാധൂകരിക്കാനും അത് ആവശ്യമായിരുന്നു. റെയിൽ പാളം നേരെ നീണ്ടുകിടക്കുന്നിടങ്ങളിൽ ഞാൻ അയാളിൽ നിന്നും നിശേഷം വിട്ടുമാറി അസിസ്റ്റൻ്റ് ഇരിപ്പിടത്തിലിരുന്ന് മുമ്പോട്ട് കണ്ണ് പായിക്കും. തൊലുബയോക് സ്റ്റേഷൻ അടുക്കാറായി. ഞങ്ങളുടെ യാത്ര അവസാനിക്കാൻ പോവുകയാണ്. വണ്ടി സമയത്ത് തന്നെയാണ് ഓടുന്നത്. പക്ഷേ അവസാന ഭാഗത്ത് ഒരു മഞ്ഞ വെളിച്ചം കണ്ടു. നേരത്തെ കൂട്ടി വേഗത കുറയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതേ വേഗതയിൽ തന്നെ ഞങ്ങൾ ആ മഞ്ഞ വെളിച്ചത്തിൻ്റെ നേർക്കെടുത്തു. ഇടത് കൈ റിവേഴ്സിന്മേൽ പിടിച്ചുകൊണ്ട് മാൽസവ് ശാന്തനായി ഇരിക്കുകയായിരുന്നു. ഗൂഢപ്രതീക്ഷയോടെ ഞാൻ എൻ്റെ ഗുരുനാഥനെ ഉറ്റുനോക്കി. ആവി അടയ്ക്ക്, അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാൽസവ് തന്നെ എഴുന്നേറ്റ് റെഗുലേറ്ററിലേക്ക് കൈ നീട്ടി ആവി അടച്ചു. ഞാൻ ഒരു മഞ്ഞ വെളിച്ചം കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബ്രേക്ക് വലിച്ചു. അന്നത്തെ പോലെ വെറും തോന്നലായിരിക്കുമോ? ഞാൻ ചോദിച്ചു. അയാൾ എൻ്റെ നേരെ മുഖം തിരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. ഞാൻ അടുത്തു ചെന്ന് അയാളെ ചുംബിച്ചു. ഇനി അങ്ങ് വരെ നിങ്ങൾ തന്നെ ഓടിച്ചുകൊള്ളൂ അലക്സാണ്ടർ വെസീലിവിച്ച്. നിങ്ങൾക്കിപ്പോൾ എല്ലാം കാണാം. എൻ്റെ സഹായമില്ലാതെ തന്നെ അയാൾ തൊലുബേ വരെ വണ്ടി ഓടിച്ചു. ജോലി കഴിഞ്ഞ് ഞാൻ അയാളോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയി. ആ സന്ധ്യ മുഴുവനും ആ രാത്രി മുഴുവനും ഞങ്ങൾ ഒന്നിച്ചിരുന്നു. സുന്ദരവും നിഷ്ഠൂരവുമായ ഈ ലോകത്തിൽ ഓർക്കാപ്പുറത്ത് നേരിടുന്ന പ്രതികൂല ശക്തികൾക്ക് മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന സ്വന്തം മകനെ എന്ന പോലെ അയാളെ തനിച്ചാക്കിയിട്ട് പോകാൻ എനിക്ക് ഭയമായിരുന്നു. എഞ്ചിൻ ഡ്രൈവർ എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.